നമസ്കാരം. ആംസ്റ്റർ ഇമിഗ്രേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കാനഡയെ പറ്റിയാണ്. കനേഡിയൻ സ്റ്റുഡൻസ് ആൻഡ് ഇമിഗ്രേഷൻ, ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. 2024 ജനുവരിയിൽ കാനഡയിലേക്ക് സ്റ്റുഡൻറ് വിസയിൽ പോകാൻ പ്ലാൻ ചെയ്തവർ ഓൾറെഡി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിൽ എത്തിയവർ അവർ അക്കോമഡേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ലൈഫ് ആരംഭിക്കുകയാണ് കാനഡയിൽ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ആംസ്റ്ററിലൂടെയും മറ്റുള്ള കൺസൾട്ടൻസ് വഴിയും കാനഡയിലെത്തി നിങ്ങളുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. മെയ് ഇൻടേക്കിലേക്ക് പോകാനുള്ള ഒരു വിസ ബാക്ക് ടു ബാക്ക് വന്നിരിക്കുന്നു. ആംസ്റ്ററിലൂടെയും ധാരാളം പേർക്ക് വിസ വരുന്നുണ്ട്. റീസെൻ്റായി മെയ് ഇൻടേക്കിലേക്ക് ആംസ്റ്ററിലൂടെ വിസ വന്ന ചിലരെ ഞാനിവിടെ അഭിനന്ദിക്കുകയാണ്. ആദ്യമായി മിസ്റ്റർ ജെയ്സന് എല്ലാവിധ ആശംസകളും. കാനഡയിലേക്ക് മെയ് ഇൻടേക്കിൽ പഠിക്കാൻ പോവുകയും അവിടെ തങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു പെർമനന്റ് റെസിഡൻസി നേടുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഇവീനയാണ്. ഇവീനയ്ക്കും എല്ലാവിധ ആശംസകളും. കാനഡയിലേക്ക് കുടിയേറുക, പഠിക്കുക, പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലികൾ കണ്ടെത്താം. ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നിൽക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കനേഡിയൻ പെർമനന്റ് റെസിഡൻസി നേടാൻ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് അശ്വമയാണ്. എല്ലാവിധ ആശംസകളും. കാനഡയിൽ മെയ് ഇൻടേക്കിലേക്ക് പഠിക്കാൻ പോകുന്നു. തുടർന്ന് അവിടെ പെർമനന്റ് റെസിഡൻസി നേടി കാനഡയിൽ സെറ്റിലാവാൻ എല്ലാവിധ ആശംസകളും. കാനഡയിലേക്ക് മെയ് ഇൻടേക്കിലേക്ക് പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആംസ്റ്ററിൽ നിന്നുള്ള ആശംസകൾ. എല്ലാവിധമായ പ്രോസസ്സും ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാനഡയെ പറ്റിയുള്ള കുറച്ച് വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയും വരികയാണ്. അവർ വിസകളുടെ കോട്ടകൾ കുറയ്ക്കുന്നു, പോകുന്നവർക്ക് ഇനിയും പെർമനന്റ് റെസിഡൻസി സാധ്യതകൾ കുറയുന്നു, മങ്ങുന്നു, ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അവർക്കൊരു ലോങ് ടൈം പ്ലാൻ ഉണ്ട്. കാനഡ ഇമിഗ്രേഷൻ അവർക്ക് 2025 ഒരു 1 മില്യൺ പ്രൊഫഷണൽസിനെ അവർ സ്വീകരിക്കുന്നു. നല്ല രീതിയിൽ പെർമനന്റ് റെസിഡൻസി അവിടെ ഒരുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കാനഡയിലേക്ക് കുടിയേറാൻ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആവേശം കൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ചൂസ് ചെയ്യുകയാണ് സെപ്റ്റംബറിൽ എങ്കിൽ അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആവേശം കാണിക്കരുത്. കാനഡ എന്ന് പറയുന്നത് എല്ലാവരെയും സ്വപ്ന രാജ്യങ്ങളാണ്. പക്ഷേ പ്രശ്നം അവിടെ നിന്ന് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ നല്ലൊരു തുക നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലോൺ ആണെങ്കിൽ പോലും. അപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനം കാനഡയുടെ ഈ ടൊറൻറ്റോയിലും ഒൻറ്റാരിയോയിലും മാത്രമല്ലാതെ മറ്റുള്ള പ്രോവിൻസുകളും അവിടെ നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവിടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും മാറി ചിന്തിക്കാം. ആംസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത് കാനഡയിൽ നിങ്ങൾക്ക് ആപ്റ്റായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾക്ക് അവിടെ പഠിക്കുകയും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും പിന്നീട് പെർമനന്റ് റെസിഡൻസി വരെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സെപ്റ്റംബർ ഇൻടേക്കിൽ വളരെ മിതമായ സ്റ്റുഡൻസ്, വളരെ കുറച്ച് സ്റ്റുഡൻസിനെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ആ എടുക്കുന്ന എല്ലാവർക്കും 2024 കാനഡയിലേക്ക് സെപ്റ്റംബറിൽ പോകുന്ന ഒരാൾ 2026 സെപ്റ്റംബറിനുള്ളിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേ ബാക്ക് സമയം ആംസ്റ്ററിന്റെ സപ്പോർട്ട് ഉണ്ടാവും. നിയമപരമായി നിങ്ങൾക്ക് ആ സമയം 3 വർഷത്തെ ഓപ്പൺ സ്റ്റഡി വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്രോസസ്സിനും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റം ഉണ്ട്, ഞങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ട്, ഞങ്ങളുടെ ലീഗൽ ഓഫീസേഴ്സ് ഉണ്ട്. അവിടെ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരിക്കും. നിങ്ങളുടെ പേരൻസിന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകും. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങളുടെ ഏത് സ്ഥാപനത്തിൽ വന്നാലും നിങ്ങളുടെ പേരൻസിന് നിങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ 2026 നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ലീഗൽ നിയമപ്രകാരം ഗവൺമെൻറ് ആ സമയത്ത് എത്ര വർഷമാണ്, ചിലപ്പോൾ 3 വർഷമായിരുന്നെങ്കിൽ 3 വർഷം, അവരത് കൂട്ടി 5 വർഷമാക്കുവാണെങ്കിൽ 5 വർഷം, എത്രയാണോ ഗവൺമെൻറ് തരുന്നത് 2024 പോകുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ഗവൺമെൻറ് പ്രകാരമുള്ള എല്ലാ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങളെ തന്നെ വിളിക്കുക. നിങ്ങൾ വേറൊരു ഏജൻസി തിരക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളൊപ്പമുണ്ട്. ഇനി നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജോലി കണ്ടെത്തണമെങ്കിൽ ആംസ്റ്റർ നിങ്ങളോടൊപ്പമുണ്ട്. ഈ പോകുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളൊപ്പമുണ്ട്, ഞങ്ങളുടെ നെറ്റ്വർക്ക് ഒപ്പമുണ്ട്. നിങ്ങൾക്ക് കാനഡയിൽ ജോബ് സെർച്ചിന് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ ആപ്റ്റായ നിങ്ങളുടെ NOC റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ TER നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി കണ്ടെത്താൻ ഞങ്ങളൊപ്പമുണ്ട്. കാരണം ഇപ്പോഴും പലരും പറയുന്ന പരാതി,
അവിടെ ഈ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഏജൻസികളുടെ പിന്നെ അവർക്ക് സ്റ്റഡി പെർമിറ്റാണ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഏജൻസിയെ കുറ്റമല്ല അവരുടെ ജോലി അതാണ്. ഞങ്ങൾ പക്ഷേ ഒരു സെറ്റിൽമെൻ്റ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഓരോ സ്റ്റുഡൻസിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങളൊപ്പമുണ്ട്. ഞങ്ങൾ വിളിച്ചാൽ കോൾ എടുക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞ് ഈ നമ്പറിൽ എപ്പോഴും വിളിക്കാനല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യും. അല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ട്. എമർജൻസിക്ക് ഞങ്ങളൊപ്പമുണ്ട്. പിന്നീടുള്ള പെർമനൻറ്റ് റെസിഡൻസി ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. എക്സ്പ്രസ് എൻട്രി എന്ന സിസ്റ്റം 2026 അല്ലെങ്കിൽ 28 നിങ്ങൾക്ക് PR ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആപ്റ്റ് ആണെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി ഈ പറയുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ആംസ്റ്റർഡാം വഴി പോകുന്ന എല്ലാവർക്കും ₹1 വാങ്ങിക്കാതെ ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. ഇതും വെർബലി പറയുകയല്ല, ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് സർവീസ് എഗ്രിമെൻറ്റ് തരുന്നുണ്ട്. ഞങ്ങൾ വളരെ കുറച്ച് സ്റ്റുഡൻസിനെ എടുക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഞങ്ങൾ സെലക്റ്റീവാണ്. ശരിയാണ്, ഞങ്ങൾ സെലക്റ്റീവാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇന്ന കാറ്റഗറി പെടുന്നവരെ മാത്രമല്ല എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞങ്ങൾ തരുന്ന ഉറപ്പ്, കാനഡയിൽ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അവിടെ ജോലി കിട്ടാനും പെർമനൻറ്റ് റെസിഡൻസി, കാരണം ഞങ്ങൾ പെർമനൻറ്റ് റെസിഡൻസി കൺസൾട്ടൻ്റ് ആണ്. ഞങ്ങൾ കാനഡ ഗവൺമെൻറ്റിൻ്റെ CICC രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി കാനഡയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, കാനഡയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഉറപ്പ്. അപ്പം ഒപ്പമുണ്ടാവും ആംസ്റ്റർ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 100 കണക്കിന് ആളുകൾ സന്തോഷപൂർവ്വം ആംസ്റ്ററിലൂടെ വർഷം തോറും കാനഡയിൽ കുടിയേറുന്നുണ്ട്. അപ്പം കുറച്ച് കുട്ടികൾ, കുറച്ച് കാൻഡിഡേറ്റ്സ്, അതിന് വയസ്സൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ഇന്ന് നിങ്ങൾ ഈ പ്രാവശ്യം +2 കഴിയുന്നവരാണെങ്കിലോ ഇനി 45 വയസ്സുള്ള ഒരാളാണെങ്കിലോ ഞങ്ങളെ സമീപിക്കുക. ഞങ്ങളുടെ ഉറപ്പിതാണ്. പിന്നെ ഈ പറയുന്ന ഒരു ക്രൗഡഡ് സെമിനാർ ഒന്നും ഞങ്ങൾ ഓർഗനൈസ് ചെയ്യില്ല. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ടെക്നോളജി മാറി. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരാൻ താല്പര്യമുണ്ട്. നമുക്ക് മീറ്റ് ചെയ്യാം. ഇനി എല്ലാ കാൻഡിഡേറ്റിനും ആസ് എ സീനിയർ കൺസൾട്ടൻറ്റ് കാനഡയിലേക്ക് പോകുന്ന സെപ്റ്റംബറിൽ പോകുന്ന എല്ലാവരെയും ഞാനും പേഴ്സണലായി മീറ്റ് ചെയ്യും. നിങ്ങളുടെ അഡ്മിഷൻ സമയത്തും ഞാൻ അത് വെരിഫൈ ചെയ്യും. നിങ്ങളുടെ വിസ പ്രോസസ്സ് സമയത്ത് നമ്മൾ ഒപ്പം നോക്കും. നിങ്ങൾക്ക് വിസ റിജക്ഷൻ ഉണ്ടാവാതെ മാക്സിമം നമുക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ വിസ കിട്ടണം. ഇതൊക്കെ നമ്മൾ ഒന്നിച്ച് പ്ലാൻ ചെയ്യും. നിങ്ങളുടെ പേരൻസിനെയും നമ്മൾ മീറ്റ് ചെയ്യും. നിങ്ങൾ കാനഡയിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അവിടെ അത്യാവശ്യമുണ്ട്, നിങ്ങൾക്ക് കാനഡയിൽ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ നേരിട്ട് വന്ന് നിങ്ങളുടെ അവിടെ അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സ് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ആവശ്യമാണെങ്കിൽ, ഒരു നിയമസഹായം വേണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഇതാണ് നമ്മൾ നൽകുന്ന സർവീസ്. ഇതിന് നിങ്ങൾ ₹1 പോലും എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ സർവീസ് നൽകുന്നതിന് ഒരു പണം അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസ് ഫീസ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നോളും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് ആംസ്റ്റർഡാമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സെപ്റ്റംബർ കാനഡയിലേക്ക് നമുക്ക് പഠിക്കാൻ പോകാം. ഒരു ഭയവും വേണ്ട. നമുക്ക് അവിടെ പെർമനൻറ്റ് റെസിഡൻസി കിട്ടുന്ന കോഴ്സുകൾ എടുക്കും. ആംസ്റ്റർഡാം എന്ന ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് നിങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ടീം മെമ്പേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട്. അപ്പോൾ കാനഡയിൽ തന്നെ നമുക്ക് പഠിക്കാം, അവിടെ സെറ്റിൽ ആകും. Amster, your best immigration partner. Dream to fly? Step to Amster.